ബാപ്പി സൺഗ്ലാസും ഒക്കെ വെച്ചോണ്ടല്ലേ പോയെ? ബാപ്പി ഇവിടെ ഒന്നുമല്ലേ പോയെ, വേറെ എവിടെയാ കറങ്ങാൻ പോയതാണ്. ഞാൻ പറഞ്ഞു. ശരി, ഓക്കെ, വെച്ചോ. ഫോൺ എടുക്കുന്നില്ല. 7:10 ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഇപ്പൊ ഇന്ന് 14 മിനിറ്റ് ലേറ്റാ. ഇന്നലെ 12 മിനിറ്റല്ലേ ലേറ്റ് ആയുള്ളൂ. ഇന്ന് 14 മിനിറ്റ് ലേറ്റോ? ഇന്നലെ ചോദിച്ചപ്പോ പറഞ്ഞ് പെട്രോൾ അടിക്കാൻ കയറിയെന്ന്. അപ്പൊ ഇന്ന് എവിടെ പോയതായിരിക്കും? വരട്ടെ, ചോദിക്കാം. വിട്ടാ പറ്റത്തില്ലല്ലോ. ഒരു മിനിറ്റ്. ഇന്നിപ്പോ 7:14. 14 മിനിറ്റ് ലേറ്റ്. എവിടെ പോയിരുന്നു? ഷെമി, ഞാൻ അവിടെ നിന്ന് വണ്ടി ഓടിച്ചെങ്കിൽ എത്തണ്ടേ? അവിടെ നിന്ന് ഇവിടെ എത്താൻ അരമണിക്കൂർ വേണം. എന്റെ എത്ര മിസ് കോൾ ഉണ്ടോ നോക്കെ. നിങ്ങൾ എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. നീ കോള് ചെയ്യുന്നത് മൊത്തം ഞാൻ കേട്ട്. വണ്ടി ഒതുക്കാൻ സ്ഥലമില്ലായിരുന്നു. ഞാൻ വണ്ടി വിട്ടിങ് വന്നു. 5 മിനിറ്റ് നേരത്തെ എത്താൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്. അതിന് നീ എന്നെ ഇത്രയും നിർത്തി ക്രോസ് ചെയ്യുന്നതിന്? ചോദിക്കും. ഇനി നാളെ ചിലപ്പോ നിങ്ങൾ 16 മിനിറ്റ് ആയിരിക്കും ലേറ്റ്. പിറ്റേ ദിവസം 18 മിനിറ്റ് ആണ് ലേറ്റ്. എനിക്ക് ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ ചോദിക്കുന്ന. ആദ്യമേ ഞാൻ ചോദിക്കുക, ഈ 14 മിനിറ്റ് എവിടെ പോയിരുന്നു? നിങ്ങൾക്ക് അരമണിക്കൂർ മതി അവിടുന്ന് ഈ ഗേറ്റ് വരെ വരാൻ. ഈ 14 മിനിറ്റ് ഇന്നലെ അതെ ഇന്നലെ 12 മിനിറ്റ് താമസിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു പെട്രോൾ അടിച്ചു. പെട്രോൾ അടിച്ചാ? ഇല്ല, ഇന്ന് പെട്രോൾ അടിച്ചില്ല. ഇന്നലെ പെട്രോൾ അടിച്ചു. ഞാൻ പറയുന്ന നീ കേക്ക്. വണ്ടി ഇങ്ങോട്ട് വരാനുള്ള ഇടമില്ല എനിക്ക്. നിന്റെ സംശയം ഇതുവരെ മാറിയില്ലേ? ഇപ്പോഴത്തെ കാലത്ത് കേൾക്കുന്നതൊക്കെ പലതുവാ. നിങ്ങളുടെ ജോലി അന്ന് ഓഫീസിലെ എല്ലാ സ്റ്റാഫുകളും വന്നായിരുന്നോ? ഇപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ തോന്നുന്നില്ല. ഞാൻ എന്റെ ജോലിയും കഴിഞ്ഞിട്ട് വരുമ്പോ നീ എന്താ ഇങ്ങനെ സംശയിക്കുന്നത്? ആ ഫോണൊന്നും തരണേ, എനിക്ക് ചെക്ക് ചെയ്യണം. ഫോൺ ഞാൻ എടുക്കാൻ മറന്നുപോയില്ലേ? എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ഞാൻ ബാത്റൂമിൽ പോയിട്ട് ബാത്റൂമിൽ പോയി അത് മൊത്തം ഡിലീറ്റ് ചെയ്യാനല്ലേ? നീ സംശയിക്കണ്ട, ഞാൻ വേണ്ട. നിങ്ങള് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ നിങ്ങൾക്ക്? നീ വന്നാ? നീ അവിടെ നില്ല, ആ ഒരു സൈഡിൽ നില്ലേ. ഞാൻ വരുന്നേ, ഇപ്പൊ വരാ. ഞാൻ പറഞ്ഞു. ശരി, ഓക്കെ, വെച്ചോ. ആര്? അതെ കുഞ്ഞുമ്മ മരിച്ചു. ഞാൻ പോയിട്ട് വരട്ടെ. കുഞ്ഞുമായ? ഞാനും വരാം. വേണ്ട, നീ വരണ്ട. നിനക്ക് കുടുംബശ്രീയൊക്കെ ഉള്ളതല്ലേ. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി. ഞാൻ പോയിട്ട് വേഗം വരേ. എന്റെ ഡ്രസ്സൊക്കെ എവിടെ? ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട്. പെട്ടെന്ന് പോ. എങ്ങനായിരിക്കും മരിച്ചത്? അയ്യോ, കുടുംബശ്രീയില് പാല് വാങ്ങിക്കാം. ഹാഫിസേ മോനെ, താനേ പൂട്ടാമോ ഇന്ന് പൊളിക്ക് മഴ താനേ പൂട്ടാമോ. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇത് ശരി കാണണ്ട. ഓക്കെ കേട്ടോ, ജംഗ്ഷനിൽ പോയിട്ട് ഒരു 3 പാലും 25 പഴംപൊരിക്കും പോയി പറഞ്ഞിട്ടുണ്ട്. അത് പോയി എടുത്തിട്ട് വരണേ. കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെല്ലാം ഇപ്പൊ വരും. ഞാൻ പോയിട്ട് വരേ. പിന്നെ മയ്യത്ത് എടുത്തോണ്ടേ വരണം കേട്ടോ, താമസിക്കല്ലേ. ഓ, മയ്യത്ത് എടുത്തിട്ടേ വരാൻ പറ്റൂലേ? ശരിയെങ്കിൽ. വാപ്പിയുടെ കുഞ്ഞുമ്മ മരിച്ചു.
ഉമ്മയ്ക്ക് കുടുംബശ്രീ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റാഞ്ഞ. വാപ്പയുടെ കുഞ്ഞുമായ. ആ വാപ്പിയുടെ കുഞ്ഞുമായ. മോനെ വാപ്പിക്ക് കുഞ്ഞുമ്മ ഇല്ലല്ലേ? അത് വാപ്പിക്ക് വാപ്പാടയ്ക്കും അനിയന്മാരില്ല, ഉമ്മായിക്കും അനിയത്തിമാരില്ല, പിന്നെ ഏത് കുഞ്ഞുമ്മ? അതിന് ഏത് കുഞ്ഞുമ്മ? വാപ്പി സൺഗ്ലാസും ഒക്കെ വെച്ചോണ്ടല്ലേ പോയെ. വാപ്പി ഇവിടെ ഒന്നുമല്ലേ പോയെ, വേറെ എവിടെയാ കറങ്ങാൻ പോയതാണ്. വാപ്പിക്ക് കുഞ്ഞുമ്മമാരില്ല. എന്നെ പറ്റിച്ച. ഇനി വരട്ടെ, എന്തായാലും ഇന്ന് ഈ വീട്ടിലോട്ട് വരുമല്ലേ. ഞാൻ പോയി നോക്കിയിട്ട് വരട്ടാ. പോയിടാ. ഓ 90-100 മൈലിൽ പോയി വീട്ടിൽ നിന്നില്ല, കൂട് തുറന്നു വിട്ടാണക്ക്. വരട്ടെ വരട്ടെ, ഞാൻ ആരെ കൂടെ പോയെന്ന്. അതിലും വാപ്പയാള് കൊള്ളാം. നീ ഒന്നുകൂടെ വിളിക്കട്ടോ. വാപ്പിയുടെ ഫ്രണ്ട്സിന്റെ എല്ലാ നമ്പർ നിന്റെ എല്ലാം ഉണ്ടാ? വാപ്പയുടെ ഫോണിലായിരിക്കും. അല്ലടാ, വാപ്പിയുടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ സുഭാഷ് ഏട്ടാ, ഇക്ക അങ്ങോട്ട് വന്നായിരുന്നാ? ഇന്ന് ഓഫീസില്ലേ? അല്ല, ഓഫീസില്ലെന്നറിയാം. ഇക്കായെ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞായിരുന്നു. അങ്ങോട്ടല്ലേ വന്നത്? ആ ശരി. ആ മാത്യുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഉമ്മയെ പറ്റിച്ചാണ് ഞാൻ. ഹലോ, ആ മാത്യു, ഇക്ക അങ്ങോട്ട് വന്നായിരുന്ന? സ്നേഹയുടെ കൂടെ? ആ ശരി. സ്നേഹയുടെ കൂടെ പോയെന്ന്. ഉമ്മയെ പറ്റിച്ചിട്ട് വാപ്പി കറങ്ങാൻ പോയതാണ്. ഞാൻ സ്നേഹയുടെ കൂടെ പോയി. സ്നേഹയുടെ നമ്പർ ഇതിലുണ്ടല്ലേ. ഹലോ സ്നേഹ, ഇക്കഴിഞ്ഞ് പറഞ്ഞു വിട്. അല്ല സോറി, നമ്പർ തെറ്റിയതാ. അവളെ കൂടെ ഒന്നും അല്ല. ഇനി വേറെ ആരുണ്ട്? വേറെ ഏത് ലേഡീസാണ് വാപ്പിയുടെ കൂടെ ഉള്ളത്? അവര് മാത്രമേ ഉള്ളല്ലേ? വിളിച്ചു നോക്കി ആരോടെയാണെന്ന്. അതിന് വാപ്പിയെ വിളിച്ചാ ഫോൺ എടുക്കണ്ടേ? അത് ശരിയാണ്. ഒരു കാര്യം ചെയ്യാം, കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അപ്പൊ അവരിഞ്ഞ് പിടിച്ചോണ്ട് തരും. ഹലോ പോലീസ് സ്റ്റേഷൻ. അതെന്റെ ഭർത്താവ് ഒരു സ്ത്രീയോടോടെ പോയി, ഒളിച്ചോടി പോയി. ആ ഞാൻ ഇപ്പൊ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് ചെയ്യാം സാർ. എന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഒന്ന് കണ്ടുപിടിച്ചു തരണം. ശരി, ഞാൻ ഇപ്പൊ വരാം, സ്റ്റേഷനിൽ വരാം സാർ. ആ ശരി. വേണ്ട, ഇപ്പൊ വരും. ഞാൻ കരഞ്ഞോണ്ടാ സ്റ്റേഷനിൽ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ വരും. നേരമായിട്ടും ഫോൺ എടുക്കുന്നില്ലല്ലോ. ആ വന്നാ. നിങ്ങൾ എവിടെ പോയിരുന്നേ? നിങ്ങൾ ഏത് കുഞ്ഞുമ്മ മരിച്ചത്? കള്ളത്തരം പറഞ്ഞോണ്ട് പോയാ? നിങ്ങളെ മാത്യുവിന്റെ കൂടെ അല്ല പോയത്, സുഭാഷിന്റെ കൂടെ അല്ല പോയത്. നിങ്ങൾ പോയത് സ്നേഹയുടെ കൂടെ അല്ല, പിന്നെ ആരെ കൂടെ പോയി? നിനക്ക് നിന്റെ സംശയം വീണ്ടും മാറിയില്ലേ? നിനക്ക് സംശയം തന്നെ എന്നാ? അപ്പൊ നിങ്ങൾ എന്നെ പറ്റിച്ചിട്ടല്ലേ പോയത്? കുഞ്ഞുമ്മ മരിച്ചു എന്ന്. നിങ്ങൾക്ക് ഏത് കുഞ്ഞുമ്മ? നിങ്ങൾക്ക് കുഞ്ഞുമ്മ ഇല്ലല്ലേ? ഇനി ഞാനൊരു കാര്യം നിന്റെ അടുത്ത് പറയട്ടാ. ഞാൻ സത്യം പറഞ്ഞാലും നീ എന്നെ സംശയിക്കും, കള്ളം പറഞ്ഞാലും നീ എന്നെ സംശയിക്കും. അത് ഞാൻ പിന്നെ സംശയം. അപ്പൊ ഞാൻ എന്ത്? ഞാനേ മരിപ്പിന് പോയതല്ല. അല്ല പിന്നെ നിങ്ങൾ എവിടെ പോയിരുന്ന? കറങ്ങാൻ പോയതല്ല. കറങ്ങാൻ പോയതല്ലേ ഇത്രയും നേരം? എന്റെ കൂട്ടുകാരൻ നിഷാദ് ഉണ്ടല്ലോ കൂടെ ജോലി ചെയ്യുന്ന, അവന് പെണ്ണ് കാണാൻ പോയതാ. ഞാനിത് പറഞ്ഞാൽ നീ എന്നെ വിടത്തില്ല. നീ പറയും എനിക്ക് പെണ്ണ് കാണാൻ പോകണമെന്നാണ് നീ ചോദിക്കും. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറയാതെ പോയത്, ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്. സംശയം മാറിയ? സത്യം എന്താ? കണ്ട, ഇതാണ് നിന്റെ കുഴപ്പം. ഇതാണ്. നിന്നെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെളിവ് വല്ലതും ഉണ്ടാ? പെണ്ണ് കാണാൻ പോയതിന്റെ? പെണ്ണ് കാണാൻ പോയ തെളിവ് ഞാൻ തെളിവെല്ലാം കാണിച്ചതണ്ട. ഞങ്ങൾ പോയ സ്ഥലം, ഞാൻ പോയി പെണ്ണ് കാണാൻ എടുത്ത വീഡിയോ കണ്ടല്ലോ. നിങ്ങളെ മര്യാദയ്ക്ക് ഒരു കല്യാണത്തിന് പോലും ഞാൻ വിടത്തില്ലായിരുന്നു. എന്നിട്ട് നിന്നെ പറ്റിച്ച് പെണ്ണ് കാണാൻ പോയിരുന്നു. അറിയാത്തോണ്ട് പോലീസ് സ്റ്റേഷനിൽ വരെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്ത് നിങ്ങളെ കാണുന്നില്ലെന്നും പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നീ വിളിച്ച? അവിടെ ചെന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് നാളെ പോവാം.
ഇന്നോടെ വന്നില്ലെങ്കിൽ നാളെ പോവാന്ന് വിചാരിച്ചിരുന്നേ. അപ്പൊ നീ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണ്ട, ഞാനിവിടെ എത്തിയല്ലേ. നിങ്ങൾ വേറെ എവിടെയും പോയതല്ലല്ലേ? ഉറപ്പ് തന്നെയല്ലേ? എങ്കിലും നീ എന്നെ സംശയിക്കരുത്. ഞാൻ നിന്നോട് ഇനി സത്യം പറഞ്ഞിട്ടേ പോവൂ, കേട്ടോ? ആ, ഇനി ഞാൻ സംശയിക്കില്ല. എല്ലാം എന്നോട് പറയണം. എല്ലാം നിന്നോട് പറയും, സംശയിക്കരുത്. ഞാൻ പറയുന്ന സത്യമാണ്, നീ എന്നെ സംശയിക്കരുത്. ഇല്ല. കോൾ എടു. ഹലോ, എവിടെ ഇരിക്കുന്നു? ഞാൻ അങ്ങോട്ട് വരട്ടെ? ആ, വരാടാ, ഞാൻ ഇപ്പൊ വരാടാ. വേണ്ട, ഇത് മാറ്റാൻ പറ്റത്തില്ല.